ഇന്ന് നമുക്ക് സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി പഠിക്കാം. ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ അയോൺസിനെ ഒക്കെ ആക്സിലറേറ്റ് ചെയ്യിക്കാനും അങ്ങനെ അവരുടെ എനർജി കൂട്ടാനും ഈ ഡിവൈസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇത് കണ്ടുപിടിച്ചത് 1934 ലോറൻസ് ആൻഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനാണ് ആദ്യമായിട്ട് ഇത് ഇൻവെന്റ് ചെയ്തത്. കമ്പൈൻഡ് ആൻഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് അവര് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിച്ചത്. ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് എന്താ നോക്കാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യിക്കുവാണ്. എങ്ങനെ? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻട്രി ചെയ്താൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിന് എന്താ പേര് പറയുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്താൽ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലെ? അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? QVB. ഇങ്ങനെ ഈ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിള് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സർക്കുലാർ പാത്ത് ആയിരിക്കും അല്ലെ? ഈ സർക്കുലാർ പാത്ത് ആവുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവുന്നു. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. എന്തായിരുന്നു സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? mv²/r ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമുക്ക് കൊടുക്കാം QVB. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് തന്നെയാണ് നമ്മുടെ സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിൾ ആയിട്ടും വരുന്നത്. ദാറ്റ് ഈസ് mv²/r ഈക്വൽസ് QVB. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് മൂലം ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ കിട്ടുന്നു. മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഈ ചാർജ്ഡ് പാർട്ടിക്കിള് സർക്കുലേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിന് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് മാറ്റം വരുത്താനായിട്ടുള്ള കഴിവില്ല, ഓർത്തിരിക്കുക. അപ്പോൾ ഈ രണ്ട് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രേസ് ചെയ്യുന്ന പാത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പൈറൽ പാത്തായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ദാറ്റ് ഈസ് ഈക്വൽ ടു QVB. അപ്പൊ നമുക്ക് കൊടുക്കാം mv²/r ദാറ്റ് ഈസ് ഈക്വൽ ടു QVB. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു V കട്ട് ചെയ്യാം. അപ്പോൾ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് R ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? mv/QB. അത് ഫോളോ ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസിന് ഇക്വേഷൻ നമുക്ക് കൊടുക്കാം R ദാറ്റ് ഈസ് ഈക്വൽ ടു mv/QB. അതോടൊപ്പം തന്നെ ഈ ഇക്വേഷനിൽ നിന്ന് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ആ സർക്കുലർ പാത്തിലെ വെലോസിറ്റി V ദാറ്റ് ഈസ് ഈക്വൽ ടു QBR/m. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. V ദാറ്റ് ഈസ് ഈക്വൽ ടു QBR/m. ദെൻ ഒരു ഫുൾ റെവല്യൂഷൻ എടുക്കുന്ന സമയം, അതിനെന്താ പേര് കൊടുത്തേ? ടൈം പീരീഡ്. ആ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു T ദാറ്റ് ഈസ് ഈക്വൽ ടു സർക്കുലർ മോഷൻ അല്ലേ? ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ദാറ്റ് ഈസ് 2πr. അപ്പൊ 2πr/V എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. നമുക്കറിയാം V യുടെ വാല്യൂ. അപ്പൊ നമുക്ക് ഇക്വേഷൻ T ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr/QBR/m ആണല്ലോ. R കട്ട് ചെയ്തു പോയി, M മുകളിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് കിട്ടി പീരീഡ് T ദാറ്റ് ഈസ് ഈക്വൽ ടു 2πm/QB. അപ്പൊ പീരീഡ് ഓഫ് റെവല്യൂഷൻ കിട്ടി T ദാറ്റ് ഈസ് ഈക്വൽ ടു 2πm/QB. ദെൻ റെസിപ്രോക്കൽ ഓഫ് പീരീഡ് ആണ് ആര്? ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് കൊടുക്കാം ഫ്രീക്വൻസി F ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T ദാറ്റ് ഈസ് F ഈക്വൽസ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? QB/2πm. Frequency F that is equal to QB divided by
2πm. This frequency, ഈ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, മാഗ്നറ്റിക് റെസണൻസ് ഫ്രീക്വൻസി. മാഗ്നറ്റിക് റെസണൻസ് ഫ്രീക്വൻസി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയും, അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസണൻസ് ഫ്രീക്വൻസി. ഈ സൈക്ലോട്രോൺ ഫ്രീക്വൻസി, ഈ എഫ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെയോ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എഫ് ഇക്വേഷൻ നോക്കുക, എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു QB/2πm. അവിടെ R എന്നുള്ള ഫാക്ടർ വരുന്നില്ല, V എന്നുള്ള ഫാക്ടർ വരുന്നില്ല. അപ്പോൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് റേഡിയസ്. അപ്പൊ ആ ഒരു കാര്യമാണ്, ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിന്റെ അപ്പാരറ്റസിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാന്ന് നോക്കാം. അതിന് മെയിൻ പാർട്ടായിട്ട് വരുന്നത് 2 സെമി സർക്കുലാർ ഷേപ്പുള്ള ഡിസ്ക് ലൈക്ക് ആയിട്ടിരിക്കുന്ന 2 ഡീസ് ആണ്, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആണ്. അത് D1 ആൻഡ് D2 എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്നുള്ള അക്ഷരം മാതിരി തന്നെ ഇരിക്കുന്ന കാരണം അതിന് പേര് ഡീസ് എന്നാ കൊടുത്ത് പറയുന്നത്. ഇതാണ് നമ്മുടെ 2 ഡീസ്, D1 ആൻഡ് D2. 2 സെമി സർക്കുലാർ ഷേപ്പ് ഉള്ള ഡിസ്ക് ലൈക്ക് ആയിട്ടുള്ള 2 മെറ്റാലിക് കണ്ടെയ്നേഴ്സ്. അപ്പോ ഈ കണ്ടെയ്നേഴ്സ് എങ്ങനെയാണ്, ഹോളോ ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. D1 ആൻഡ് D2 എന്നാണ് അവരുടെ പേര്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇങ്ങനെയാണ്, ഡീസ്, DEES, ഡീസ്. ഈ ഡീസ് വെച്ചിരിക്കുന്നത് അവരുടെ ഡയാമെട്രിക് എഡ്ജസ് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. ഡയാമെട്രിക് എഡ്ജസ് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ്. കണ്ടോ, 2 പേരുടെയും ഡയാമീറ്റേഴ്സ് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 2 ഡീസും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലാണ്. ഇവാക്യുവേറ്റഡ് ചേംബർ സി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവാക്യുവേറ്റഡ് ചേംബർ. ഈ ഇവാക്യുവേറ്റഡ് ചേംബറിലാണ് നമ്മുടെ ആ 2 ഡീസും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഡീസിന്റെ ആ 2 ഡയാമെട്രിക് എഡ്ജസ് പാരലൽ ആയിട്ട് വന്നിരിക്കുന്നു. അവര് തമ്മിലൊരു സ്പേസിംഗ് ഉണ്ട്, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിലാണ് നമ്മുടെ സോഴ്സ് ഓഫ് അയോൺ വെച്ചിരിക്കുന്നത്. ആരെയാണ് നമുക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കേണ്ടത്, ആ സോഴ്സ് ഓഫ് അയോണിന് ഈ സെന്ററിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വേണം, ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഇലക്ട്രിക് ഫീൽഡ് കിട്ടാനായിട്ട് ഈ 2 ഡീസിലേക്കും ഒരു ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇതാണ് നമ്മുടെ ഒരു AC അപ്ലൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആ V എന്ന് പറയുന്നത് ഇതാണ്, ഒരു റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്, ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അപ്പൊ ഒരു AC അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തേക്കുക. ആ D1 ആൻഡ് D2യിലേക്ക് ഒരു AC കണക്ഷൻ പോയിട്ട്, അതായത് ഒരു ഓൾട്ടർനേറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡീസ്. അപ്പൊ ആ ഗ്യാപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ RF ഓസിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് എന്ത് വേണം, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാനായിട്ട് ഇപ്പൊ 2 ഡയമെൻഷണൽ ഡയഗ്രം എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. 3 ഡയമെൻഷനൽ ആണെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും 2 സ്ട്രോങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്, അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വശത്ത് ഇപ്പൊ താഴെ ഭാഗം നോർത്ത് പോൾ ആണെങ്കിൽ മുകളിലത്തെ ഭാഗം സൗത്ത് പോൾ, അങ്ങനെ വരുന്ന രീതിയിൽ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ അതില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഞാൻ ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പൊ ഓർത്തിരിക്കുക, ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും ഡയറക്ട് ചെയ്യുന്നത്, ഈ പ്ലെയിൻ ഓഫ് ദ ബോഡിയിൽ നിന്ന് ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. ഔട്ട്വേർഡ് ഡിറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്കൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്.
ദെൻ ആ ഹൈലി എനർജറ്റിക് ആയിട്ട് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്യാനായിട്ട്, അതിനെ ഇൻസിഡന്റ് ചെയ്യിക്കാനായിട്ട് ടി എന്ന് പറയുന്ന ഇവിടെ ഒരു ടാർജറ്റ് ഉണ്ട്. അപ്പൊ ടി എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് 2 Ds, D1 ആൻഡ് D2. അത് മെറ്റാലിക് കണ്ടെയ്നേഴ്സ് ആണ്. ഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ഡയാമെട്രിക് എഡ്ജസ് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലാണ് ഇവരെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ആ ഡയാമെട്രിക് എഡ്ജസ് തമ്മിൽ ഒട്ടിച്ചേർന്നല്ല ഇരിക്കുന്നത്, അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് നമ്മുടെ സോഴ്സ് ഓഫ് അയോൺ വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ആരെയാണ് ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത്, അവിടെയാണ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഡീസിലേക്ക് ഒരു RF ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിരിക്കുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലാണ്. ദെൻ സ്ട്രോങ് പോൾ പീസസ് വെച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിന്റെ. അങ്ങനെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കും. ദെൻ ഒരു ടാർജറ്റ് ഉണ്ട് നമ്മുടെ വെലോസിറ്റി കൂടുതലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിഗറിലേക്ക് ഒന്ന് ശരിക്കും നോക്കുക. അതായത് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അയോൺ ഈ സോഴ്സ് എസിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവിടെ നിന്നൊരു പോസിറ്റീവ് അയോൺ പുറത്തേക്ക് വന്നു എന്ന് വിചാരിച്ചോളൂ. ഈ പോസിറ്റീവ് അയോൺ ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ ഈ ഗ്യാപ്പിലാണല്ലോ ഇപ്പൊ ഈ പോസിറ്റീവ് അയോൺ ഇരിക്കുന്നത്. ഈ കണ്ടെയ്നർ, 2 കണ്ടെയ്നേഴ്സ്, ആ ഡീസ് തമ്മിലുള്ള ഗ്യാപ്പിലാണ്, ആ ഇടയ്ക്കുള്ള സ്പേസിലാണ് ഇപ്പൊ പോസിറ്റീവ് അയോൺ ഇരിക്കുന്നത്. ഈ സ്പേസിൽ ആരുണ്ട്? ഉറപ്പായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഓൾട്ടർനേറ്റ് AC ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ കിട്ടും. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് നോക്കിയേക്കാം, നമ്മുടെ D1 എന്ന് പറയുന്ന D പോസിറ്റീവും D2 എന്ന് പറയുന്ന D നെഗറ്റീവും ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് D1 എന്ന് പറയുന്ന D പോസിറ്റീവ് ആൻഡ് D2 എന്ന് പറയുന്ന ഡിയുടെ പൊളാരിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡില് നമ്മുടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിള് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡില് ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോഴ്സ്? F that is equal to Q into E ആണല്ലോ. ദെൻ ഫോഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. എന്താണ് ആക്സിലറേഷൻ ഇക്വേഷൻ? ഫോഴ്സ് ബൈ m എന്നല്ലേ? ദാറ്റ് ഈസ് വെക്ടർ A that is equal to ഫോഴ്സ് നമുക്ക് എന്ത് കൊടുക്കാം? QE by m. അപ്പൊ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ആ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്യാണ്? ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ആ സോഴ്സിൽ നിന്ന് അത് പുറപ്പെട്ട ആ നിമിഷം അതിന് വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടുന്നു, അതിന് ആക്സിലറേഷൻ കിട്ടുന്നു. ഈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിള് അപ്പൊ D2 എന്ന് പറയുന്ന ഡിക്ക് എന്തായി? ആ സമയത്ത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്, പൊളാരിറ്റി നെഗറ്റീവ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ആ ചാർജ്ഡ് പാർട്ടിക്കിള് ആ D2ന്റെ അകത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട് അതിലേക്ക് എൻ്റർ ചെയ്തു. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ D2 എന്ന് പറയുന്ന ഡിയുടെ അകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻസൈഡ് ചാർജ്ഡ് ഹോളോ കണ്ടക്ടറിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത കാരണം ഇതിനകത്ത് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആക്സലറേഷൻ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ആ കണ്ടെയ്നറിന്റെ അകത്ത്, അതായത് ഡീസിന്റെ അകത്ത് വെച്ച് അത് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത കാരണം. പക്ഷേ അതിനകത്ത് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോ ആ ചാർജ്ഡ് പാർട്ടിക്കിള് ഫോളോ ചെയ്യുന്ന പാത്തിന്റെ ഷേപ്പ് എന്താണ്? സർക്കുലർ പാത്ത് ആയിരിക്കും ആണല്ലോ. അപ്പോ ഈ ചാർജ്ഡ് പാർട്ടിക്കിള് ഈ D2 എന്ന് പറയുന്ന ഡിയുടെ അകത്ത് ഇങ്ങനെ ഒരു സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്തു. അങ്ങനെ സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്ത് ഇതിന്റെ എഡ്ജിൽ എത്തുന്ന ആ നിമിഷത്തില് കറക്റ്റ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ അവിടെ മാറും. അതായത് D1 എന്ന് പറയുന്ന ഡി എന്താവും? നെഗറ്റീവ് ആവും. D2 എന്ന് പറയുന്ന ഡി എന്താവും? അത് പോസിറ്റീവ് ആവും. അപ്പൊ ഉറപ്പായിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്? ആ D1ന്റെ അകത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നോക്കിക്കേ, അങ്ങനെ D1ന്റെ അകത്തേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്.
ആ ഗ്യാപ്പിൽ ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ ഫലമായിട്ട് അത് വീണ്ടും ആക്സലറേറ്റ് ചെയ്യപ്പെടുവാണ്. അപ്പൊ നേരത്തെ എൻ്റർ ചെയ്ത വെലോസിറ്റിനേക്കാളും കൂടുതൽ വെലോസിറ്റിയോടുകൂടി, കൂടുതൽ ആക്സലറേഷനോടുകൂടി ഈ കക്ഷി D1ലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നു. അപ്പോ അത് ഫോളോ ചെയ്യുന്ന പാത്തിന്റെ സർക്കുലർ പാത്ത് ആയിരിക്കും. അതിന്റെ റേഡിയസ് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ V that is equal to QBR/m. V പ്രപ്പോർഷണൽ ടു R. ഇപ്പൊ വെലോസിറ്റി കൂടുതലാണ്, റേഡിയസ് കൂടുതലാണ്. അപ്പോ ഈ ഡിയുടെ അകത്തേക്ക് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ കക്ഷി ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യപ്പെട്ടു. അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് സർക്കുലർ പാത്ത്, ഇത്രയും കൂടി റേഡിയസ് കൂടുതലുള്ള സർക്കുലർ പാത്ത് ആയിരിക്കും. Then ഇതിന്റെ അകത്തേക്ക് നേരത്തേക്കാൾ റേഡിയസ് കൂടുതലായിട്ട് കക്ഷി എൻ്റർ ചെയ്തു. ഇതിനകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഇതിനകത്ത് ആക്സലേഷൻ നടക്കുന്നില്ല, വെലോസിറ്റി കൂടുന്നില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ആരുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് കാരണമാണ് അത് സർക്കുലർ പാത്ത് ഫോളോ ചെയ്ത് നേരത്തേക്കാളും റേഡിയസ് കൂടുതലുള്ള സർക്കുലർ പാത്ത്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതായത് ആ പാർട്ടി ഇത് ഈ എഡ്ജിൽ എത്തുന്ന ആ നിമിഷത്തില് എന്താ സംഭവിക്കുന്നത്? ഈ ഡി നെഗറ്റീവും ഈ ഡി പോസിറ്റീവും ആയിട്ട് മാറുന്നു. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് നേരത്തെക്കാളും റേഡിയസ് കൂടുതലുള്ള പാത്തായിരിക്കും. അതായത് ഈ ഗ്യാപ്പ് കടന്നിട്ട് വേണ്ട ഇടിയിലേക്ക് കിടക്കാൻ. അപ്പൊ ഈ ഗ്യാപ്പില് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, വീണ്ടും ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു, വീണ്ടും വെലോസിറ്റി കൂടുവാണ്. അപ്പൊ റേഡിയസ് കൂടുതലുള്ള ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ സർക്കുലർ പാത്ത് റേഡിയസ് കൂടുതലുള്ള പാത്തുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വരുവാണ്. അവസാനം ഹൈ വെലോസിറ്റിയോടുകൂടി റേഡിയസ് മാക്സിമം റേഡിയസോടുകൂടിയുള്ള പാത്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത് എൻ്റയർ പാത്തിനെ നമുക്ക് നോക്കുവാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പൈറൽ പാത്തായിരിക്കും. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ വെലോസിറ്റി കൂടി 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 റേഡിയസ് കൂടുന്ന പാത്ത് വന്ന് അവസാനം ഇവിടെ ഒരു എന്തുണ്ടായിരിക്കും? ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു വിടവ്. ആ ഒരു വിടവിൽ കൂടെ ഈ കക്ഷി ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എവിടേക്ക് എത്തിച്ചേരുന്നു? നമ്മുടെ ടാർജറ്റിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നമ്മുടെ ഓരോ ഗ്യാപ്പിലും ഓരോ പ്രാവശ്യവും ആ ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു ഡിയിൽ നിന്ന് മറ്റൊരു ഡിയിലേക്ക് കിടക്കുന്ന ആ ഗ്യാപ്പില് അത് ആക്സലറേറ്റ് ചെയ്യുവാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കാരണം എന്ത് സംഭവിക്കുന്നത്? അത് ഫോളോ ചെയ്യുന്ന പാത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? സർക്കുലർ പാത്ത് ആയിരിക്കും. അപ്പം ഇനീഷ്യലി എസിൽ നിന്ന് പുറപ്പെട്ടു, ആക്സലറേറ്റ് ചെയ്തു. അപ്പൊ D2 നെഗറ്റീവായി, അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. സർക്കുലർ പാത്ത്, സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്തു. ആ കറക്റ്റ് എഡ്ജിൽ എത്തുമ്പം അടുത്ത ഡി എന്താവും? നെഗറ്റീവ് ആവും. അതിലേക്ക് എൻ്റർ ചെയ്യുക. ആ എൻ്റർ ചെയ്യുമ്പോൾ ഗ്യാപ്പില് വീണ്ടും ആക്സലറേഷൻ നടക്കുന്നു, വീണ്ടും വെലോസിറ്റി കൂടുന്നു. അപ്പോൾ ഇത്തിരിയും കൂടി വെലോസിറ്റിയുള്ള കുറച്ചും കൂടി വലിയ റേഡിയസ് അത് ഫോളോ ചെയ്യുവാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിള് ആക്സലറേറ്റ് ചെയ്ത് അവസാനം ഹൈലി എനർജറ്റിക് ആയിട്ട്, ഒത്തിരി ആക്സലറേഷനോട് കൂടിയ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിളായിട്ട് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു സൈക്ലോട്രോണിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാവുന്ന ഡയഗ്രാം. അപ്പൊ നോക്കാം, നമ്മുടെ സൈക്ലോട്രോണില് മെയിൻ പാർട്ടായിട്ട് വരുന്ന രണ്ട് ഡീസ്, D1 ആൻഡ് D2, ഡയമീറ്റർ പാരലൽ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പോട് കൂടിയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വാക്യൂട്ടഡ് ചേംബറിൽ വെച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടത്തക്ക രീതിയിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ ഒരു AC RF ഓസിലേറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പിന്റെ സെന്ററിൽ വെച്ചിരിക്കുന്ന സോഴ്സിൽ നിന്ന് എസിൽ നിന്ന് ഒരു പോസിറ്റീവ് അയൺ പുറത്തേക്ക് വരുമ്പോൾ ആ ഗ്യാപ്പിൽ വെച്ച് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു, വെലോസിറ്റി കൂടുന്നു. അത് D1 D2 എന്ന് പറയുന്ന ഡി ആ സമയത്ത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും, അതിലേക്ക് എൻ്റർ ചെയ്യുവാണ്.
അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ അത് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. അപ്പൊ ഒരു സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ സമയത്ത് അടുത്ത D1 എന്ന് പറയുന്ന D എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് വരും. D2 പ്ലസ് ആയിട്ട് വരും. അപ്പൊ ആ ഗ്യാപ്പിൽ വെച്ച് വീണ്ടും ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഇത്തിരി കൂടി റേഡിയസ് കൂടുതലുള്ള സർക്കുലർ പാത്ത് D1 ഫോളോ ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഔട്ടർമോസ്റ്റ് സർക്കുലർ പാത്ത് എത്തിക്കഴിയുമ്പോൾ അതിന്റെ റേഡിയസ് R മാക്സ് ആയിരിക്കും, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V മാക്സ് ആയിരിക്കും. അപ്പൊ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആ ചാർജ് പാർട്ടിക്കിള് ആ സ്ലിറ്റിൽ കൂടെ കടന്ന് അവസാനം ടാർജറ്റിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇതൊന്നും നമുക്കൊന്ന് കുറച്ചുകൂടി കൃത്യമായിട്ടൊരു വീഡിയോയിൽ കൂടെ കാണാം. 2 Ds D1 ആൻഡ് D2 ഡയാമീറ്റേഴ്സ് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 2 Dsലേക്ക് ഒരു RF ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വോൾട്ടേജ് സോഴ്സ് മൂലം ഓൾട്ടർനേറ്റിംഗ് പൊളാരിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ D1 ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ D2 നെഗറ്റീവ് ആയിരിക്കും. ആ ഗ്യാപ്പിലപ്പം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ അടുത്ത D2 പോസിറ്റീവ് D1 നെഗറ്റീവ് ആവും. അങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാം. ഇനി ഈ ഡീസ് വെച്ചിരിക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോൾ പീസിൻ്റെ ഇടയ്ക്കാണ്. മുകളിൽ സൗത്ത് പോളും താഴെ നോർത്ത് പോളും വരുന്ന രീതിയിൽ. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആ ഡീസിന് പെർപെൻഡിക്കുലറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത് മൊത്തം വെച്ചിരിക്കുന്നത് ഒരു ഇവാക്വേറ്റഡ് ചേംബറിനകത്താണ്. ഈ 2 ഡീസിനിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. അത് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. ആ സോഴ്സിൽ നിന്ന് ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ പുറത്തേക്ക് വരുവാണ്. അപ്പോൾ D1 പോസിറ്റീവും D2 നെഗറ്റീവും ആണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇക്വേഷൻ F = QE. ഈ ഫോഴ്സ് കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ A = QE/m. അങ്ങനെ ആക്സിലറേഷനോട് കൂടി അത് D2 എന്ന് പറയുന്ന Dയിലേക്ക് എൻ്റർ ചെയ്യുവാണ്. പക്ഷെ ആ Dയുടെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആക്സിലറേഷനും കോൺസ്റ്റൻ്റ്. പക്ഷേ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് സർക്കുലർ പാത്തിലായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മൂലം അത് ഫോളോ ചെയ്യുന്ന പാത്ത് ഒരു സെമി സർക്കുലർ പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. R = mv/qb എന്നുള്ള റിലേഷനാണ് ആ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്ത് ആ എഡ്ജിലെത്തുമ്പം, അതായത് ഹാഫ് പീരീഡ് കഴിയുമ്പം T/2 ആവുമ്പം അടുത്ത D നെഗറ്റീവ് ആവും, മറ്റേ D പോസിറ്റീവ് ആവും. ഇപ്പോൾ പൊളാരിറ്റി അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ആ Dയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. Dയിൽ എൻ്റർ ചെയ്യുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ? ഇൻസൈഡ് ദ D ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ 0 ആണ്. അങ്ങനെ വെലോസിറ്റി കൂടിയ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ കുറച്ചും കൂടി റേഡിയസ് കൂടുതലുള്ള സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. അതാണ് റേഡിയസ് കൂടാൻ കാരണം. വെലോസിറ്റി കൂടുതലായിരുന്നു. വീണ്ടും D1 നെഗറ്റീവായിട്ട് മാറുന്നു, D2 പോസിറ്റീവായിട്ട് മാറുന്നു. ആ ഗ്യാപ്പിൽ വെച്ച്
ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ D1ലേക്ക് ആക്സിലറേറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നു. വീണ്ടും സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. അതിൻ്റെ റേഡിയസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇൻസൈഡിൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള കാരണം അത് സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. വീണ്ടും ആ ഗ്യാപ്പിൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്യപ്പെടുവാണ്. ദെൻ പൊളാരിറ്റി മാറുന്നതനുസരിച്ച് അടുത്ത ഡിയിലേക്ക് ആ ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നു. വെലോസിറ്റി വീണ്ടും കൂടിയ കാരണം അത് ഫോളോ ചെയ്യുന്ന പാത്ത് റേഡിയസ് കൂടുതലുള്ള പാത്തായിരിക്കും. അങ്ങനെ മാക്സിമം വെലോസിറ്റിയോടുകൂടി ആ ഔട്ടർ മോസ്റ്റ് സർക്കിളിൽ, ആ സ്പൈറൽ പാത്തിൽ ആ എഡ്ജിൽ എത്തിച്ചേരുന്നു. അപ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്കറിയാം റേഡിയസ് ഇങ്ങനെ കൂടി ഔട്ടർ മോസ്റ്റ് സർക്കിളിനായിരിക്കും റേഡിയസ് കൂടുതൽ, അതിനായിരിക്കും മാക്സിമം വെലോസിറ്റി. അത് ആ എഡ്ജിൽ കൂടെ, സ്ലിറ്റിൽ കൂടെ ടാർജറ്റിലേക്ക് വന്ന് പതിക്കുന്നു. അങ്ങനെ എനർജറ്റിക് പാർട്ടിക്കിൾ നമുക്ക് കിട്ടുന്നു. ഔട്ടർ മോസ്റ്റ് സർക്കിളിന്റെ റേഡിയസ്, മാക്സിമം റേഡിയസ് R⁻max ആണ് വിചാരിച്ചോ. അതോടൊപ്പം തന്നെ ആ സമയത്ത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മാക്സിമം ആണ്, Vmax ആണ് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയെങ്കിൽ ആ മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി, അതായത് പുറത്തേക്ക് വരുന്ന ആ എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതായിരിക്കും കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. കൈനറ്റിക് എനർജി മാക്സിമം വാല്യൂ ആയിരിക്കും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½mv² അല്ലേ? ദാറ്റ് ഈസ് ½ v എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് Vmax² എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലേ? അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്? എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? V ദാറ്റ് ഈസ് ഈക്വൽ ടു qBr/m എന്നായിരുന്നു അല്ലേ? അപ്പോൾ Vmaxന്റെ വാല്യൂ എങ്ങനെയാ വരുന്നത്? Vmax മാക്സിമം വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു qBr⁻max ഡിവൈഡഡ് ബൈ m എന്നായിരിക്കുമല്ലോ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? കൈനറ്റിക് എനർജി മാക്സിമം ദാറ്റ് ഈസ് ഈക്വൽ ടു ½ വെലോസിറ്റി മാക്സ്, വാല്യൂ കൊടുക്കുകയാണ് qBr⁻max ഡിവൈഡഡ് ബൈ m square, that is ½ q² b² R⁻max square divided by m² എന്നല്ല വരുന്നത്. അപ്പോൾ ഒരു m ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് റിലേഷൻ ആയി കൈനറ്റിക് എനർജി, മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി, ആ സൈക്ലോട്രോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ ആയി q² b² R⁻max² ഡിവൈഡഡ് ബൈ, അവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി Kemax ദാറ്റ് ഈസ് ഈക്വൽ ടു q² b² R⁻max² ബൈ 2m. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. നമുക്ക് എൻട്രൻസിനാണെങ്കിൽ ആവശ്യമായിട്ട് വരും. കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു q². ചാർജ് കൂടുന്നതനുസരിച്ച് കൂടുതലുള്ള പാർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ റേഡിയസ്, കൈനറ്റിക് എനർജി മാക്സ് പ്രപ്പോർഷണൽ ടു R²max ഓർത്തിരിക്കുക. അതേമാതിരി കൈനറ്റിക് എനർജി മാക്സ് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കണേ. Kemax ദാറ്റ് ഈസ് ഈക്വൽ ടു q² b² R⁻max² ഡിവൈഡഡ് ബൈ 2m. അപ്പോൾ നമ്മൾ ഈ പഠിച്ച സൈക്ലോട്രോൺ, ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻ എന്താന്ന് നോക്കാം. ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പോയിന്റ് ഓർത്തിരിക്കുക, ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ.
ചാർജ് ഇല്ലാത്ത കക്ഷികളുണ്ട്. ഇപ്പൊ ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. ഇപ്പൊ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസ് മാതിരിയുള്ള പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് സൈക്ലോട്രോൺ യൂസ് ചെയ്യാൻ പറ്റുകയില്ല. എന്തായിരിക്കും കാരണം? ചാർജ് ഉണ്ടെങ്കിലല്ലേ അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടെയ്നറിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇത്തിരി ഹെവി പാർട്ടിക്കിൾസിനെയാണ് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. ഹെവി പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് മാതിരിയുള്ള പാർട്ടിക്കിൾസിനെയാണ് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ മാസ് കുറഞ്ഞ കുഞ്ഞനായ ഇലക്ട്രോൺസിന് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം ഇലക്ട്രോൺസിന്റെ മാസ് വളരെ കുറവാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വെലോസിറ്റി ഇത്തിരി കൂടുമ്പോഴത്തേക്കും അതിന്റെ കൈനറ്റിക് എനർജി ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതായത് ആ ഇലക്ട്രോൺസിന് കറക്റ്റ് ഇൻ ഫേസിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതായത് ആ ഗ്യാപ്പിൽ വെച്ച് അതിന്റെ വെലോസിറ്റി കൂടുന്നു, ആക്സിലറേഷൻ കൂടുന്നു. അപ്പൊ ഇത്തിരി വെലോസിറ്റി അങ്ങോട്ട് കൂടുമ്പോഴത്തേക്കും മാസ് കുറവാണല്ലോ, അത് അങ്ങോട്ട് പറന്ന് മൂവ് ചെയ്യുക ചെയ്യുന്നത്. അതായത് കറക്റ്റ് ആ ടൈം പീരീഡ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഫിഗറിലേക്ക് നോക്കിക്കേ, ആ ഇലക്ട്രോൺ ഇപ്പോൾ ആക്സിലേറ്റ് ചെയ്യപ്പെടുവാണ്, ഇപ്പോൾ നല്ലൊരു വെലോസിറ്റി കൂടെ അത് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ സെമി സർക്കുലർ പാത്താണ് അതിന് ഫോളോ ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് ഓടി എത്തും, ഇവിടേക്ക് ഈ എഡ്ജിലേക്ക് എത്തും. അതായത് ഈ ഡി അപ്പോൾ ആ പൊളാരിറ്റി മാറുന്നേക്കാളും മുമ്പേ തന്നെ ഈ കക്ഷി ഇവിടെ വാ നോക്കി നിൽക്കുമായിരിക്കും. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ കറക്റ്റ് ടൈം ഇന്റർവെല്ലില് മാത്രമേ ഈ കക്ഷി ഇവിടെ എത്താനായിട്ട് പാടുള്ളൂ. അതായത് പൊളാരിറ്റി മാറുന്ന ആ സമയത്ത് മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുള്ളൂ. ഇലക്ട്രോണിന്റെ കേസിലാണെങ്കിൽ മാസ് വളരെ കുറവാണ്. അപ്പോൾ അതിന് ആക്സലേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് നല്ല സ്പീഡിൽ അങ്ങോട്ട് അതിന്റെ ഓട്ടം പൂർത്തിയാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഫേസിൽ മൂവ് ചെയ്യാനായിട്ട് അതിന് സാധിക്കുകയില്ല. അപ്പോൾ ഇലക്ട്രോൺസിനെ സൈക്ലോട്രോൺ ഉപയോഗിച്ച് നമുക്ക് ആക്സലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ലിമിറ്റേഷൻസ് രണ്ടെണ്ണം ഓർത്തിരിക്കുക. ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെയാണ് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇലക്ട്രോൺസിനെ ആക്സലറേറ്റ് ചെയ്യിക്കാനായിട്ട് സൈക്ലോട്രോൺ പറ്റുകയില്ല. ഇനി ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ചാർജ് പാർട്ടിക്കിൾസിനെ സൈക്ലോട്രോൺ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആക്സലറേറ്റഡ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ന്യൂക്ലിയസിലേക്ക് ബൊംബാർഡ് ചെയ്യിപ്പിച്ചിട്ട് ആ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ യൂസ് ചെയ്യാം. അപ്പൊ ന്യൂക്ലിയർ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ യൂസ് ചെയ്യാറുണ്ട്. ഹൈലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ട് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഈ ചാർജ്ഡ് അയോൺസിന്, ആക്സിലറേറ്റഡ് ആയിട്ടുള്ള അയോൺസിന് ചില സോളിഡ്സിൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റാം. അതിന്റെ പ്രോപ്പർട്ടി ചില കേസിൽ സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി മാറ്റാം, അല്ലെങ്കിൽ അതിനെ വേറൊരു സോളിഡായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അയോൺസ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്ലോട്രോൺ യൂസ് ചെയ്യാം. മൂന്നാമത്, നമുക്ക് മെഡിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അയോൺസ്, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആക്സിലറേറ്റഡ് ആയിട്ടുള്ള അയോൺസ് ചില ഡിസീസിന്റെ ഡയഗ്നോസിസിനും പിന്നെ ട്രീറ്റ്മെന്റിനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈക്ലോട്രോണിന്റെ യൂസും ഒന്ന് ഓർത്തിരിക്കുക. പ്രോബ്ലം നോക്കാം. എ സൈക്ലോട്രോൺ ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് 10 megahertz. What should be the operating magnetic field for accelerating protons? If radius of the disc is 60 centimeter, what is the kinetic energy? ചോദിച്ചിരിക്കുന്നത് ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓഫ് പ്രോട്ടോൺ ബീം പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്സിലറേറ്റർ. തന്നിരിക്കുന്നത് ചാർജ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, 1 MeV എത്ര ജൂളാന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഫ്രീക്വൻസിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള കണക്ഷൻ ഓർക്കുക. ഫ്രീക്വൻസി F that is equal to QB divided by 2πm ആണല്ലോ. സൈക്ലോട്രോൺ ഫ്രീക്വൻസി F that is equal to QB by 2πm. അതിൽ നിന്ന് നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. B that is equal to 2πmF divided by Q അല്ലെ. വാല്യൂസ് കൊടുക്കുവാണ്. 2 into 3.14 into മാസ് എത്രയാ? 1.6 into 1.67
1.67 into 10 raised to minus 27 into ഫ്രീക്വൻസി എത്രയാ 10 മെഗാഹെർട്സ് അല്ലേ. 10 into മെഗാ എന്ന് പറയുമ്പോൾ 10 raised to 6 ഡിവൈഡഡ് ബൈ ചാർജ് 1.6 into 10 raised to minus 19 കൂളം. നമുക്ക് കിട്ടുന്ന ആൻസർ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.66. മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അതിന്റെ യൂണിറ്റ് ടെസ്ല. 0.66 ടെസ്ല. ഇക്വേഷൻ ഓർത്തിരിക്കുക, F ഈക്വൽസ് QB by 2πm. അതിൽ നിന്ന് B എന്താന്ന് കണ്ടുപിടിച്ചു. B that is equal to 2πmF by Q. നമുക്ക് കിട്ടിയ ആൻസർ 0.66 ടെസ്ല. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി നമുക്കറിയാം റിലേഷൻ. ഇതാണ് കൈനറ്റിക് എനർജിയുടെ റിലേഷൻ. Q² B² R² ഡിവൈഡഡ് ബൈ 2m ആണല്ലോ. വാല്യൂസ് കൊടുക്കുവാണ്. Q എത്രയാ? ചാർജ് അല്ലേ. 1.6 into 10 raised to minus 19 Q². B നമുക്ക് കിട്ടി ഇപ്പോൾ 0.66 B². റേഡിയസ് അവർ തന്നിട്ടുണ്ടല്ലോ 60 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 0.6 മീറ്റർ ആക്കുമ്പോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മാസ് എത്രയാ? 1.67 ഇൻറ്റു 10 raised to minus 27 കിലോഗ്രാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 10 raised to minus 12 ജൂൾ. നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി 1.2 ഇൻറ്റു 10 raised to minus 12 ജൂൾ. ഇക്വേഷൻ ഓർത്തിരിക്കണേ Q² B² R² ഡിവൈഡഡ് ബൈ 2m. നമുക്ക് ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി ഇൻ ഏതിലാണ്? MeV മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കാം ആ വാല്യൂവിനെ, നമുക്ക് കിട്ടിയ വാല്യൂവിനെ 1.2 ഇൻറ്റു 10 raised to minus 12 ഡിവൈഡഡ് ബൈ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.6 ഇൻറ്റു 10 raised to minus 13 ജൂൾ. അപ്പോൾ 1.6 ഇൻറ്റു 10 raised to minus 13. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക ഫ്രീക്വൻസിയുടെ റിലേഷനും കൈനറ്റിക് എനർജിയുടെ റിലേഷനും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സൈക്ലോട്രോൺ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. സൈക്ലോട്രോൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ് സൈക്ലോട്രോൺ. ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ അയോൺസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ടാണ് സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത്. അതിലെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്രോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ സംഭവിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. അത് സർക്കുലർ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് QVB that is equal to സെൻട്രിപെറ്റൽ ഫോഴ്സ് that is mv² by r. ഇതാണ് ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു F that is equal to QB divided by 2πm. ഈ സൈക്ലോട്രോണിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 2 Ds ആണ്. ക്യാപിറ്റൽ ലെറ്റർ D മാതിരിയാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഡയാമീറ്റർ പാരലായിട്ട് വരുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ സെന്ററിലാണ്, ആ ഗ്യാപ്പുകളുടെ സെന്ററിലാണ് നമ്മുടെ സോഴ്സ് വെച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടാനായിട്ട് 2 Dsലും നമ്മൾ ഒരു RF ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. ഇതിനെ കളക്ട് ചെയ്യാനായിട്ട് ഒരു ടാർജറ്റും ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു, വെലോസിറ്റി കൂടുന്നു, ആ ഡീസിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നു. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷെ ആക്സിലറേഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത കാരണം. അപ്പോൾ അത് സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. ദെൻ ആ സമയത്ത് അടുത്ത ഓപ്പോസിറ്റ് പോളാരിറ്റി ആവുന്നു, ചാർജ്ഡ് പാർട്ടിക്കിൾ അതിലേക്ക് എൻറ്റർ ചെയ്യുന്നു, വെലോസിറ്റി കൂടുതലോടുകൂടി, കാരണം ഗ്യാപ്പിൽ വെച്ച് വീണ്ടും ആക്സിലറേറ്റ് ചെയ്യപ്പെടുവാണ്, റേഡിയസ് കൂടുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്ത് സ്പൈറൽ പാത്ത് ഫോളോ ചെയ്ത് ഏറ്റവും അവസാനം റേഡിയസ് വളരെ കൂടുതലുള്ള റേഡിയസ്, മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റി, മാക്സിമം ആയിട്ടുള്ള ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിളായിട്ട് അത് പുറത്തേക്ക് വരുന്നു.
അതിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ പുറത്തേക്ക് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ എന്തായിരുന്നു ഇക്വേഷൻ? q²b²r²/2m. ഈ സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിന് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അതേമാതിരി മാസ് കുറഞ്ഞ ഇലക്ട്രോൺസിനെയും അതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന? ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ പഠിക്കാനായിട്ട്, പിന്നെ സോളിഡ്സിൽ അയോൺസ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്, ഡയഗ്നോസിസിനൊക്കെ സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നു.